ഇന്നിപ്പോ കേരളത്തിൽ പൊതുവെ ആളുകൾക്കൊരു പരാതിയുണ്ട്. എന്നുവെച്ചാല് നമ്മുടെ വാർദ്ധക്യത്തിൽ മക്കൾ കൂടെയില്ല. ഞാൻ അവരോട് പറയും, നമ്മൾ ഉയർന്ന് പഠിക്കാനും ജോലി ചെയ്യാനൊക്കെ ഗ്രാമത്തിന്റെ പുറത്തേക്ക് പോയി, നമ്മുടെ നഗരത്തിന്റെ പുറത്തേക്ക് പോയി. അപ്പോ ആ ഒരു അവസ്ഥ, ഞാൻ കാരശ്ശേരിയിൽ നിന്ന് കോഴിക്കോട്ടേക്കാ വന്നതെങ്കിൽ എൻ്റെ മകൻ കാരശ്ശേരിയിൽ നിന്ന് അമേരിക്കയിലേക്കാണ് പോണത്. ഒരു സാധാരണ ഗതിയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കി, മനസ്സിൽ ആക്കുക ചെറിയ കാര്യമല്ല, അത് നമ്മൾ തിരിച്ചറിയാം. അത് നമ്മൾ നേരത്തെ അതിനൊരു മനസ്സൊരുക്കം നടത്തണം. അല്ലെങ്കിൽ എന്നെ ആരും നോക്കുന്നില്ല, എന്നെ ആരും പരിഗണിക്കുന്നില്ല, എന്നെ ആരും പരിചരിക്കുന്നില്ല, ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്നൊരു സംഗതിയില്ല. ഞാൻ കോഴിക്കോട്ടാണ് അധ്യാപകനായിരുന്നത്, എൻ്റെ മകൻ ഡൽഹിയിലാണ് അധ്യാപകനായിരിക്കുന്നത്. അപ്പൊ ഈ തരത്തിൽ ജീവിതം വളരുകയും മാറുകയും, അതുകൊണ്ടെല്ലാം ഗുണമാണോ? ആയിരിക്കില്ല. ഇപ്പോ ഈ ചില ദോഷങ്ങളുണ്ടാവും, എല്ലാം ദോഷമാണോ? അങ്ങനെ ആയിരിക്കില്ല. അപ്പൊ ഓരോ കാലത്തിനും അതിൻ്റെ ജീവിതമുണ്ട്, അതിൻ്റെ രീതികളുണ്ട്, അതിൻ്റെ സമ്പ്രദായങ്ങളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ നമ്മളിതിനിങ്ങനെ വേദനിക്കാനും സങ്കടപ്പെടാനും പരാതിപ്പെടാനും ഒന്നും കഥയില്ല. പിന്നെ ഈ പരാതി പറയുന്നത് പോലെ ബോറായിട്ടൊരു കാര്യമില്ല. എനിക്ക് അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല, എന്നെ നോക്കിയില്ല, എനിക്ക് മറ്റൊരു സൗകര്യം കിട്ടിയില്ല. ഒരിടയ്ക്ക് എൻ്റെ വീട്ടിൽ മക്കളാരും ഉണ്ടായിരുന്നില്ല, ഞാനും ഭാര്യയും മാത്രമായിരുന്നു. അപ്പൊ ഞാൻ എൻ്റെ വീടിനെ വിളിച്ചിരുന്നത് വൃദ്ധസദനം എന്നാണ്. കാരണം അവിടെ വൃദ്ധന്മാരായിട്ട് റിട്ടയർ ചെയ്ത ഞാനും റിട്ടയർ ചെയ്ത ഭാര്യയും ഞങ്ങൾ മാത്രമേ ഉള്ളൂ.